ഇറാനൊപ്പം നിൽക്കുന്ന രാജ്യമാണ് റഷ്യ അല്ലാതെ ഏതെങ്കിലും രാജ്യം അടമന്റെ യുദ്ധം നിർത്തണം എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. ഈ രാത്രിയും യുദ്ധം കലുഷിതമാവുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും സമാധാനത്തിന് വേണ്ടിയുള്ള മുറവിളി വരുമെന്ന് പ്രതീക്ഷിക്കാമോ? ഹാഷ്മി, നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ റഷ്യയോടൊപ്പം ചൈനയും ഇപ്പോൾ ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത രാജ്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഭരണാധികാരികളെ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്ത് അവിടെ മറ്റൊരു ഭരണം സ്ഥാപിച്ച് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു പപ്പറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയും അതേപോലെ തന്നെ അവിടെയുള്ള എണ്ണ അടക്കമുള്ള ഈ പറയുന്ന ധാന്യവസ്തുക്കൾ, അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുപോകുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതൊരു ഏകാധിപത്യ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അത് അമേരിക്ക ഇന്നലെയോ തുടങ്ങിയതിൽ ഇറാഖിലും ഏറ്റവും ഒടുക്കം വെനസ്വേലയിൽ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെയാണ് ഇറാനിലും അവർ ലക്ഷ്യപ്പെടുന്നത്. ആയത്തുൽ ഖമേനി എന്ന ആ ഖമേനിയുടെ റെജിം തന്നെ ഇല്ലാതാക്കി പുതിയ ഭരണം സ്ഥാപിക്കുക എന്നതാണ്. പക്ഷേ നമ്മൾ വെനസ്വേലയിൽ കണ്ടത് മദൂറയെ സ്ഥലഭ്രഷ്ടനാക്കിയതിനു ശേഷം ഡെൽസി റോഡ്രിഗസ്, അതായത് മദൂറയുടെ ഗവൺമെന്റിൽ തന്നെയുള്ള വൈസ് പ്രസിഡന്റ് ആക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇറാനിൽ അങ്ങനെ ഒരു കോംപ്രമൈസിംഗ് സാധ്യമല്ല. അതായത് ഖമേനിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഖമേനിയുടെ അനുയായി മറ്റൊരാൾ അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം യോജിച്ചു പോകുന്ന ഒരു ഭരണ സംവിധാനമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു ഭരണ സിസ്റ്റം എന്നതിലപ്പുറത്തേക്ക് അതിനെ ഡ്രൈവ് ചെയ്യുന്നത് മതപരമായ കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഖമേനി അവിടെ നിന്ന് മാറ്റിയതിന് ആയത്തുൽ ഖമേനി അവിടെ നിന്ന് മാറ്റിയ ശേഷം അദ്ദേഹത്തിന് അനുയായികൾ ആരെങ്കിലും ഭരണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അമേരിക്ക വഴങ്ങിയൊരു ഭരണ സംവിധാനം പടുത്തുയർത്തുക എന്നത് അമേരിക്കയ്ക്ക് ഇറാനിൽ വെച്ച് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരായി ഇല്ലാതാക്കി, അതായത് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു പുതിയ ഭരണം കെട്ടിപ്പടുത്തുയർത്താൻ അമേരിക്ക ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അൽ ഖമേനിയും പെസഷ്കിയാനെയും അടക്കമുള്ള ഈ സുപ്രീം ലീഡറിനെയും പ്രസിഡന്റിനെയും അടക്കം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. സൈനിക മേധാവി അടക്കം പ്രിസൈസായ ഓപ്പറേഷനിലൂടെ ഈ ഇസ്രായേൽ അമേരിക്കൻ സഹായത്തോടെ കൊലപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു പ്രിസൈസ് ഓപ്പറേഷൻ തന്നെയാണ് ഇന്ന് തുടക്കത്തിൽ ഇസ്രയേലും അമേരിക്കയും കൂടി ചേർന്ന് ഇറാനിൽ നടത്താൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണ് അവർ ഈ പറയുന്ന ആയത്തുൽ ഖമേനിയുടെ മന്ദിരത്തിൽ ആക്രമണം നടത്തുന്നത്. അതേസമയം അതൊരു പ്രിസൈസായ ഓപ്പറേഷൻ അപ്പുറത്തേക്ക് ഒരു യുദ്ധ പ്രഖ്യാപനം കൂടിയായി ഈ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തേണ്ട ആവശ്യകത അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ, അമേരിക്കയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ, അമേരിക്ക നെഗോഷിയേഷനിൽ എത്തിയില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് ലോകത്തിന് വിളിച്ചു പറയുന്ന യുദ്ധ പ്രഖ്യാപനം കൂടിയായിട്ടാണ് അമേരിക്ക ഈ ഒരു ആക്രമണത്തെ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ദിരം അടക്കമുള്ള ഇടങ്ങളെ പ്രിസൈസ് ഓപ്പറേഷൻ അപ്പുറം ജനവാസ മേഖല, നമ്മൾ പറയുന്നത് പോലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം കൊല്ലപ്പെട്ട ജനവാസ മേഖലയിലടക്കം ഒരു മാസ് ഡിസ്ട്രക്റ്റീവായ ഒരു ബ്ലാസ്റ്റ് കൂടി അമേരിക്ക ഇസ്രായേൽ കൂടി നടത്തിയത്. അതായത് ഒരു ഭാഗത്ത് പ്രിസൈസായ നേതാക്കളെ ലക്ഷ്യമിടുകയും മറുഭാഗത്ത് വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാകണം, വലിയ നാശനഷ്ടം ഉണ്ടാകണം, കാഷ്വാലിറ്റി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടി ആക്രമണം ഒരേ സമയം നടത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിവിലിയൻസിനെ ബാധിക്കുമ്പോൾ, സാധാരണക്കാരനെ ബാധിക്കുമ്പോൾ ഇറാൻ അടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ കരുതാനാകില്ല. കാരണം ഇറാന്റെ സൈനിക ശേഷി ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റുന്നതല്ല. 6 ലക്ഷത്തിലധികം വെരി വെൽ എക്യുപ്ഡ് ആയ, വളരെ, അതായത് ഏറ്റവും നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം കാലാൾപ്പടയുള്ള 3 ലക്ഷത്തോളം റിസർവ് പടയുള്ള ഒരു വലിയ സൈനിക ശക്തി തന്നെയാണ് ഇറാൻ. അതിനും അപ്പുറത്തേക്ക് നമ്മൾ പറയുന്നില്ല അമേരിക്കയ്ക്ക് യുദ്ധക്കപ്പലുകളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇറാന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളാണ്, ഭൂഖണ്ഡാന്തര മിസൈലുകളാണ്. കാരണം ഇറാനെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രങ്ങൾ ഒന്ന് ഇസ്രായേൽ, ഒന്ന് അമേരിക്ക. ഈ രാജ്യങ്ങളെല്ലാം കിടക്കുന്നത് ഇറാന്റെ ടെറയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺസിക്വൻസ് ഉണ്ടാക്കാൻ, റിറ്റാലിയേഷൻ അടിക്കണമെങ്കിൽ ഇറാന് സ്വാഭാവികം ഏറ്റവും അനിവാര്യം വേണ്ടി വരുന്ന ആയുധം എന്ന് ഫോർ ഫ്രണ്ട് വെപ്പൺ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം മറ്റു രാജ്യങ്ങൾ കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ അത്ര വേഗത്തിൽ കീഴ്പ്പെടുത്താനോ, ഇറാൻ അത്ര വേഗത്തിൽ എളുപ്പത്തിൽ ഇറാൻ വഴങ്ങി വരാനോ സാധ്യതയില്ല. കാരണം സൈനിക ശേഷി ഈ പറയുന്ന അമേരിക്കയോളമോ അല്ലെങ്കിൽ അത്രത്തോളം ഇല്ലെങ്കിലും അത്രത്തോളം തോൽക്കാത്ത രീതിയിൽ ഏതാണ്ട് അതുമായി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സൈനിക ശേഷി ഇറാന് നിലവിലുണ്ട്. അത് ഈ കലാൽപ്പടയുടെ എണ്ണത്തിലായാലും ആയുധശേഖരത്തിലായാലും ഒക്കെ അതിലൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റീറ്റാലിയേഷൻ, അതായത് ഈ പറയുന്ന ഇറാനെ വീണ്ടും അമേരിക്കയും ഇസ്രായേലും തിരിച്ചടിച്ചാലും അതേ തോതിൽ തന്നെ തിരിച്ചടിക്കാൻ ശേഷി ഇറാൻ ഉണ്ടെന്ന് ഇറാൻ എന്ന് കാണിച്ചതാണ്. കാരണം നമ്മൾക്കറിയുന്നത് പോലെ ഈ 2025 ജൂണിലുണ്ടായ ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 12 ദിവസം നീണ്ട സ്റ്റാൻഡ് ഓഫ് ആയിരുന്നു. ഈ 12 ദിവസവും ഇറാൻ ഇസ്രായേൽ ഒരുപാട് ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ഇസ്രായേൽ ഇറാനും നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുക്കം ഇറാനിന്റെ ഒരു ന്യൂക്ലിയർ സെന്ററിലേക്ക് അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നു. അതിന് പിന്നാലെയാണ് ഖത്തറിലെ അൽ ഉബൈദ് മിലിറ്ററി ക്യാമ്പിലേക്ക് ഏതാണ്ട് ജൂൺ 22 ദിവസം, എന്റെ ഓർമ്മ ശരി, ജൂൺ 22 ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു. ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും ഇല്ലാതായില്ല എന്നാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്പുഷ്ട ഇല്ലാതാക്കിയെങ്കിൽ പിന്നെ ഇപ്പൊ ഈ യുദ്ധത്തിന്റെ കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ആ യുദ്ധം അതൊരു അഡ്ജസ്റ്റ്മെന്റ് യുദ്ധമാണ് എന്ന് അന്നേ കേട്ടതാണ്. ഈ ബീറ്റൽ ബോംബറുകൾ ഇടുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുകയും ഇറാൻ അവിടുത്തെ ഈ പറഞ്ഞ സകല യുറേനിയം സംവിധാനങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു അന്നേ വാർത്തകൾ വന്നാണ്. അത് ഇസ്രായേലിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി ഇന്ത്യൻസ് ആണ്, കുറച്ചുകൂടി തീവ്രമാണ്. ഒരുപക്ഷെ വീണ്ടും ബങ്കർ ബസ്റ്ററുകൾ, വീണ്ടും ബീറ്റൽ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് പറന്ന് ഈ രാത്രിയെങ്കിലും പറക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ സുഹൈൽ മുഹമ്മദ് പറഞ്ഞ തുടർച്ചയിൽ സർദാർ ജബ്ബാരി, അവിടെ ഇറാന്റെ മുൻ കമാൻഡറാണ്, അദ്ദേഹം പറയുന്നത് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വി ഫയർഡ് ദ ഓൾഡ് സ്റ്റോക്ക് പൈൽ മിസൈൽസ്, പഴയതാണ് ഉപയോഗിക്കുന്നത്, പുതിയത് വരാനിരിക്കുന്നതേ ഉള്ളൂ, പുതിയ സാങ്കേതികവിദ്യയിൽ സാധനങ്ങൾ
ട്രംപും എന്താണ് ഇസ്രായേലും കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ഇസ്രായേൽ ജബ്ബാരി അടക്കമുള്ളവർ പറയുന്നു. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രങ്ങൾക്ക് അവരുടെ ആയുധശേഷി പ്രകടമാക്കാം, പക്ഷേ അതിനിടയിൽ മരിച്ചു വീഴുന്നത് പാവങ്ങളായിരിക്കും. 52 കുഞ്ഞുങ്ങളാണ് അവിടെ ആ പ്രൈമറി സ്കൂളിലെ ഇറാനിലെ ഒരു പ്രൈമറി സ്കൂളിലേക്കായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. 52 പ്രൈമറി സ്കൂൾ കുട്ടികളാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് ആ മരണസംഖ്യ ഇനിയും ഉയരുന്നു. കാര്യം ആ സ്കൂൾ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇസ്രായേൽ അങ്ങോട്ടേക്ക് ബോംബിടുന്നതും അത്രയും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും. അപ്പോൾ ആത്യന്തികമായതിന്റെ അതിന്റെ രക്തസാക്ഷികൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളാകും, സ്ത്രീകളാകും, നിരപരാധികളാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.